ഇസ്രയേലിൽ നടത്തുന്ന മനുഷ്യക്കുരുതിക്കെതിരെ കുട്ടികളെയും സ്ത്രീകളെയും അടക്കം കൊന്നുതള്ളുന്ന ഇസ്രയേലിയന്റെ കിരാത നടപടിക്കെതിരെ RSP സംസ്ഥാന കമ്മിറ്റിയുടെ അമരക്കാരൻ സഖാവ് ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ കൊല്ലം പള്ളിമുക്കിൽ നിന്നും ചിന്നക്കട വരെ നടന്ന ലോങ് മാർച്ച് മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് RSPയുടെ നേതൃത്വത്തിൽ ഈ പള്ളിമുക്കിൽ നിന്ന് ഒരു യാത്ര ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ വേദനയോടുകൂടിയാണ് പാലസ്തീനിലെ ഗാസയിലെ സംഭവവികാസങ്ങളെ നോക്കിക്കാണുന്നത്. അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ വളരെയേറെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കഴിയുകയാണ്. ഇതിനകം 70,000-ഓളം ആളുകളാണ് ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് കണക്ക്. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരുമിച്ച് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഈ അടുത്ത ദിവസമാണ് ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ പാസാക്കിയത്. പാലസ്തീൻ ജനത പൊരുതുന്ന ജനതയാണ്. ഈ പോരാട്ടം തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള, തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് പാലസ്തീന്റെ ഏറ്റവും കരുത്തനായ നേതാവ് യാസർ അറാഫത്തിനെയാണ്. ഇന്ദിരാഗാന്ധി യാസർ അറാഫത്തിനെ പറ്റി പറഞ്ഞത് എന്റെ സഹോദരനാണ് എന്നാണ്. ഈ യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്ന ഈ പോരാട്ടം. ലോക ചരിത്രം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാം, ജൂതന്മാരെയാണ് ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്. ജർമ്മനിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ ഇട്ട് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ജൂതന്മാരാണ് എന്നുള്ളതാണ് വസ്തുത. ചരിത്രത്തിന്റെ അപജയമാകാം ഇത്. ഇന്ന് ആ ജൂതന്മാർ, ഇസ്രായേലിൽ ജീവിക്കുന്ന ജൂതന്മാർ പാവപ്പെട്ട ഗാസയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. 70,000-ലധികം ആളുകളെയാണ് ഗാസയിൽ കൊന്നൊടുക്കിയത്. ഒരു നേരത്തെ സാഹിബ്, UDF ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ അടക്കമുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് RSPയുടെ നേതൃത്വത്തിൽ ഈ പള്ളിമുക്കിൽ നിന്ന് ഒരു യാത്ര ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ വേദനയോടുകൂടിയാണ് പാലസ്തീനിലെ ഗാസയിലെ സംഭവവികാസങ്ങളെ നോക്കിക്കാണുന്നത്. അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഒരു തുള്ളി വെള്ളം കിട്ടാതെ വളരെയേറെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ കഴിയുകയാണ്. ഇതിനകം 70,000-ഓളം ആളുകളാണ് ഇസ്രായേലിന്റെ യുദ്ധത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് കണക്ക്. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ഒരുമിച്ച് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഈ അടുത്ത ദിവസമാണ് ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങൾ പാസാക്കിയത്.
പാലസ്തീൻ ജനത പൊരുതുന്ന ജനതയാണ്. ഈ പോരാട്ടം തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള, തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് പാലസ്തീന്റെ ഏറ്റവും കരുത്തനായ നേതാവ് യാസർ അറാഫത്തിനെയാണ്. ഇന്ദിരാഗാന്ധി യാസർ അറാഫത്തിനെ പറ്റി പറഞ്ഞത് എന്റെ സഹോദരനാണ് എന്നാണ്. ഈ യാസർ അറാഫത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്ന ഈ പോരാട്ടം. ലോക ചരിത്രം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയാം, ജൂതന്മാരെയാണ് ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത്. ജർമ്മനിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ ഇട്ട് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് ജൂതന്മാരാണ് എന്നുള്ളതാണ് വസ്തുത. ചരിത്രത്തിന്റെ അപജയമാകാം ഇത്. ഇന്ന് ആ ജൂതന്മാർ, ഇസ്രായേലിൽ ജീവിക്കുന്ന ജൂതന്മാർ പാവപ്പെട്ട ഗാസയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. 70,000-ലധികം ആളുകളെയാണ് ഗാസയിൽ കൊന്നൊടുക്കിയത്. ഒരു നേരത്തെ സ്ട്രേറ്റ് ഫോർവേഡ്, പള്ളിമുക്ക്, കൊല്ലം.